നമസ്കാരം. മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വയനാടിനുള്ള കേന്ദ്രത്തിന്റെ ദുരന്ത സഹായം ഇനിയും വൈകും. കേരളത്തിന് പ്രത്യേക ഫണ്ട് എപ്പോൾ ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ലെവൽ 3 ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ എന്നും തീരുമാനമായില്ല. ഉന്നതതല സമിതി ഇനിയും അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ശബരിമലയിൽ വെർച്വൽ ബുക്കിംഗ് നടത്തുന്ന ഭക്തർക്ക് ഏതെങ്കിലും കാരണവശാൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബുക്കിംഗ് റദ്ദാക്കി മറ്റു ഭക്തർക്ക് അവസരമൊരുക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വെർച്വൽ ബുക്കിംഗ് വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 10,000 പേർക്കുമാണ് ഇക്കുറി പ്രതിദിനം ദർശനത്തിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പുതിയ പുസ്തകത്തിന്റെ പേരിന് ഇന്ത്യക്ക് പകരം ഭാരത് എന്ന് ഉപയോഗിച്ചതിൽ വിശദീകരണവുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഭാരത് എന്നതാണ് കൂടുതൽ ആധികാരികവും പ്രാതിനിധ്യ സ്വഭാവമുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഇതിന്റെ പ്രതീകമാണെന്നും ഡോക്ടർ S ജയശങ്കർ പറഞ്ഞു. വിഷപ്പുകയിൽ മുങ്ങി രാജ്യ തലസ്ഥാനം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം വായു ഗുണനിലവാര സൂചിക 409-ലെത്തി. നഗരം മുഴുവൻ പുക മൂടിയ നിലയിൽ തുടരുകയാണ്. കർണാടകയിൽ നവംബർ 20-ന് മദ്യവിൽപ്പന ഉണ്ടാകില്ലെന്ന് ഫെഡറേഷൻ ഓഫ് വൈൻ മർച്ചന്റ് അസോസിയേഷൻസ് അറിയിച്ചു. മദ്യവ്യാപാരികളുടെ ആവശ്യങ്ങളോടുള്ള സർക്കാർ അവഗണനയെ തുടർന്നാണ് അടച്ചിടൽ സമരം. ശ്രീലങ്കയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് അനുരകുമാര ദിനസായകയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പവർ സഖ്യം വലിയ വിജയത്തിലേക്ക്. 225 അംഗ പാർലമെന്റിൽ 113 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 107 സീറ്റുകൾ ദിസനായകയുടെ പാർട്ടി ഇതിനോടകം നേടിക്കഴിഞ്ഞു. അന്തിമഫലം വരുമ്പോൾ 150-ലേറെ സീറ്റുകൾ NPPക്ക് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. UK-യിലെ ലങ്കാഷെയറിന് സമീപം ബ്ലാക്ക്ബേണിൽ നഴ്സിംഗ് ഹോമിലെ ജോലിക്കിടെ കെട്ടിടത്തിന്റെ ലോഫ്റ്റിൽ നിന്ന് വീണ് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ മലയാളി യുവാവ് മരിച്ചു. കോട്ടയം കടുത്തുരുത്തി സ്വദേശി അബിൻ മത്തായിയാണ് മരിച്ചത്. അമേരിക്കൻ കോടീശ്വരനും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയുമായ ഇലോൺ മസ്ക് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ സ്ഥാനപതിയുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ട്. ന്യൂയോർക്കിൽ വെച്ച ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ ആമിർ സയ്യിദ് ഇറാവാനുമായിട്ടായിരുന്നു മസ്കിന്റെ കൂടിക്കാഴ്ച. വാക്സിൻ വിരുദ്ധ പ്രവർത്തകൻ റോബർട്ട് F കെന്നഡി ജൂനിയറിനെ ആരോഗ്യ മനുഷ്യ സേവന വകുപ്പിന്റെ ചുമതല നൽകി നിയമിച്ച നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2ാം ട്രംപ് മന്ത്രിസഭയിൽ കെന്നഡി ജൂനിയറിന് സുപ്രധാന സ്ഥാനമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ആരോഗ്യ സെക്രട്ടറിയായി നിയമിച്ചുള്ള പ്രഖ്യാപനം. സ്ത്രീകൾ പൊതുസ്ഥലത്ത് തലമറയ്ക്കണമെന്ന നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്നവരെ ചികിത്സിക്കാൻ ലക്ഷ്യമിട്ട് ക്ലിനിക്ക് തുറക്കാൻ ഇറാനിയൻ ഭരണകൂടം പദ്ധതിയിടുന്നു. ഇറാൻ സർക്കാരിന്റെ വനിതാ കുടുംബ വകുപ്പ് മേധാവി മെഹ്റി തലേബി ദരസ്താനി ഇക്കാര്യം വെളിപ്പെടുത്തി. മോർണിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.